വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 20ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ശ്രീഷൻ്റെ വീട് വിറ്റതിനെ തുടർന്ന് അവൻ്റെ സാധനങ്ങളെല്ലാം കമ്പനിയിലെത്തിക്കുന്നു. ജിയോയും മറ്റുള്ളവരും ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഒന്നും പിടികിട്ടാതെ ആകെ അമ്പരക്കുന്നു. ശ്രീഷൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന നാൻസിനെ പിടിച്ചു നിർത്തി, ബോസ് വീട് വിറ്റോ, നമ്മുടെ കമ്പനി പൂട്ടാൻ പോവുകയാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ബോസിൻ്റെ വീട്ടിൽ തൽക്കാലം താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ബോസ് ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവൾ അവരെ അറിയിക്കുന്നു. നിനക്ക് ഇവരും അറിയാമായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ജിയോ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ 2 ഡിപ്പാർട്ട്മെൻറ്റ് ചീഫുമാർ അവൻ സൈൻ ചെയ്യാനുള്ള കുറേ ഫയലുകളുമായി ഇടിച്ചു കയറാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ലാതെ തന്നെ കുറേ ഫയലുകൾ അവൻ്റെ മേശപ്പുറത്ത് നിരന്നിരിക്കുന്നു. നാൻസി അന്ന് വൈകിട്ട് വീണ്ടും എയുമായി കാണുന്നു. ബോസ് വീട് വിറ്റു, ഇപ്പോൾ ഓഫീസിലാണ് തങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മേശപ്പുറം നിറയെ സൈൻ ചെയ്യാനും മറ്റുള്ള ഫയലുകളാണ്. അതെല്ലാം നോക്കി തീർക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. എഴുതിക്കൊണ്ടിരിക്കുന്ന സീരീസ് 2 ആഴ്ച പ്രസിദ്ധീകരിക്കുന്നില്ല. ഈ ആഴ്ചത്തെ ഡെഡ് ലൈൻ ഇന്നാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. മുമ്പ് മറ്റു കാര്യങ്ങളെല്ലാം മാഡം നോക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാവുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ. മാഡത്തിൻ്റെ തീരുമാനം മാറ്റി തിരികെ ഓഫീസിലേക്ക് വന്നുകൂടെന്ന് നാൻസി അവളോട് ചോദിക്കുന്നു. ഞാനതിനെക്കുറിച്ച് മുമ്പ് തന്നെ അവനോട് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഞാൻ ഇടപെടുന്നതിന് അവന് താല്പര്യമില്ല. നിങ്ങളൊക്കെ ഇത്രയും കാലം കരുതിയിരുന്നത് ഞാൻ പറയുന്ന പോലെയാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതാണെന്നല്ലേ. പക്ഷേ അവൻ എപ്പോഴും അവൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് അവരൊന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ റിലേഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന അവൻ അനുസരിക്കാൻ തീരെ സാധ്യതയില്ല എന്ന് വിഷമത്തോടെ പറയുന്നു. അതുകൂടി കേട്ടതോടെ നാൻസിയുടെ നിരാശ ഒന്നുകൂടി കൂടുന്നു. അവളുടെ വിഷമം മാറ്റാൻ അവൾക്കായി വാങ്ങിക്കൊണ്ട് വന്നിരുന്ന ഒരു കേക്ക് അവളെ കാണിക്കുന്നു. പക്ഷെ മുമ്പ് ഷാവോദി അവൾക്ക് വേണ്ടി വാങ്ങി നൽകിയ ക്യൂട്ട് ബിയറിൻ്റെ ആ കേക്ക് കണ്ടപ്പോൾ അവനെ ഓർമ്മ വന്ന അവളുടെ സങ്കടം ഒന്നുകൂടി കൂടിയതേ ഉള്ളൂ. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എന്താണ് കാര്യമെന്നറിയാതെ ആകെ വിഷമിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ നാൻസി എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് അവൾക്ക് സീഷൻ്റെ കോൾ വരുന്നുണ്ട്. അവൻ അന്നത്തേക്കുള്ള എപ്പിസോഡ് എഴുതി കഴിഞ്ഞിരുന്നു. അത് പ്രൂഫ് റീഡ് ചെയ്യാൻ അവൾ ഓഫീസിലേക്ക് ചെല്ലാനാണ് വിളിപ്പിച്ചത്. അവൾ എയോട് വിവരം പറഞ്ഞിട്ട് മേഡം എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നർത്ഥത്തിൽ അവളോട് പൊയ്ക്കോളാൻ പറയുന്നതിനാൽ അവൾ ഉടൻ തന്നെ പുറപ്പെടുന്നു. ആ കേക്കും കൂടെ എടുക്കുന്നുണ്ട്. അവൾ ചെല്ലുമ്പോൾ സീഷൻ എപ്പിസോഡ് എഴുതി പൂർത്തിയാക്കിയിരുന്നു. അവനത് ചെക്ക് ചെയ്യാൻ അവളെ ഏൽപ്പിക്കുന്നു. വായിച്ചു നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല എങ്കിൽ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയേക്കാനും പറയുന്നുണ്ട്. ഇത്ര ലേറ്റായി വിളിച്ചു വരുത്തിയതിന് അവൻ സോറി പറയുന്നു. നാൻസി അത് ചെക്ക് ചെയ്യുന്നതിനിടയിൽ ബോസിന് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് തിരികെ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മനസ്സ് തോന്നില്ല എന്ന് അവൻ പറയുന്നു. എങ്കിൽ പിന്നെ വല്ല ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യണോ എന്നവൾ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ ഞാൻ ഷെയർ വാങ്ങാനായി ഉപയോഗിച്ച് കഴിഞ്ഞു. ഹോട്ടലിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നവൻ അറിയിക്കുന്നു. ഇടയ്ക്ക് എഴുതിയതിൽ ഒരു പേജ് മിസ്സിംഗ് ആണെന്ന് തോന്നിയതിനാൽ നാൻസി അത് തിരിയാനായി അവൻ എഴുതിക്കൊണ്ടിരുന്നിടത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെ സീൻ എഴുതാനായി അവൻ തയ്യാറാക്കിയ ഡെമോയിൽ നിന്ന് തീ പടർന്നിരിക്കുന്നത് കണ്ടത്. തീ കടന്ന് നാൻസി പേടിച്ച് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാവുന്നു. ഒരു വിധത്തിൽ തീ പടർന്ന വിവരം അവൾ സീഷനോട് വിളിച്ചു പറയുന്നുണ്ട്. അവൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുക്കാനായി ഒഴിപ്പ സമയത്ത് നാൻസി ഡ്രോമ കൂടി തളർന്നു വീഴുന്നു. അവൾ സഹായത്തിനായി ഷാവോദിയെ വിളിച്ച് കരയുന്നു. മുമ്പത്തെ പോലെ അവനിപ്പോഴും അവളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ടെലിപ്പോർട്ട് ചെയ്ത് അവിടേക്ക് പോകാൻ അവന് കഴിയുന്നില്ല. നാൻസി എന്തോ അപകടത്തിലാണെന്ന് അവന് മനസ്സിലായി. അവൻ ആകെ വെപ്രാളം പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഫെയറി അവൻ്റെ മുന്നിലേക്ക് എത്തിയത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അതാണ് നാൻസിങ് പറഞ്ഞ ഫെയറി എന്ന് അവൻ ഊഹിക്കുന്നു. എങ്ങനെയെങ്കിലും തിരികെ നാൻസിങ്ങിൻ്റെ അടുത്ത് എത്തിക്കണം എന്നവൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻ വളരെ മോശം രീതിയിൽ അവസാനിക്കേണ്ടി വന്നാലും പോകാൻ നീ തയ്യാറാണെന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അവനൊന്ന് സംശയിക്കുന്നുണ്ട്. എങ്കിലും എന്താണെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് അവൻ സമ്മതിക്കുന്നു. നാൻസിങ്ങിൻ്റെ ബോധം ഏകദേശം നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അവൻ അവിടെ എത്തി അവളെ താങ്ങിയെടുത്ത് സോഫയിലേക്ക് എടുത്തിയത്. 2 മിനിറ്റ് കഴിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത്. അവനെ മുന്നിൽ കണ്ടതും അവൾ ചാടി എന്നിട്ട് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. അവസാനം നീ തിരിച്ചു വന്നല്ലോ എന്ന് കരഞ്ഞിനിടയിൽ അവൾ പറയുന്നുണ്ട്. അവൻ അവളെ സമാധാനിപ്പിക്കണമെന്നുണ്ടെങ്കിലും നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൻ അവളെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. നാൻസിങ് ആകെ അമ്പരക്കുന്നു. അവളെ ആദ്യമായി കണ്ടപ്പോൾ പെരുമാറിയതുപോലെയാണ് അവൻ ഇപ്പോഴും പെരുമാറിയത്. ഞാനിത് എവിടെയാണ്? നിനക്ക് തോന്നുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ആരാണ് തന്നത്? നീ ആരാണ്? ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നിങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത പോലെ അവൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് നാൻസിങ് ആണെന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ചെങ്കിലും അവൻ അവളെ തട്ടിമാറ്റി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. സീഷൻ അപ്പോഴേക്കും ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി വരുന്നിരുന്നു. നാൻസിങ് പക്ഷേ അവനെ ശ്രദ്ധിക്കാതെ ഷാവോദിയുടെ പുറകെ പോടുന്നു. അവൾ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. നാൻസിങ് പുറകിൽ നിന്ന് അവൻ്റെ പേരും അവൻ എവിടെ നിന്നാണ് വരുന്നതെന്നും ഒക്കെ വിളിച്ചു പറയുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് നീ ഇങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നല്ലേ കരുതുന്നത്? പക്ഷെ സത്യമൊന്നല്ല. നീ ഞാൻ എഴുതിയ കഥയിലെ ഒരു ക്യാരക്ടർ മാത്രമാണ്. ദൈവം എനിക്ക് വേണ്ടി നൽകിയ ബോയ് ഫ്രണ്ടാണ് നീ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ആളാണ് എന്നൊക്കെ അവൾ പുറകിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു. ഷാവോദിക്കും കരച്ചിൽ വരുന്നുണ്ട്. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ച് വെറുതെ വരുന്ന വിളിച്ചു പറയേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. അവൾ പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്താൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കുകയും വേണ്ട, എൻ്റെ പുറകെ വരരുതെന്ന് താക്കി ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. റെഡ് സിഗ്നൽ മാറിയപ്പോൾ അവൻ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോകുന്നത് നാൻസിങ് സങ്കടത്തോടെ കണ്ടു നിൽക്കുന്നു. തീയണച്ച ശേഷം സീഷനാകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്നത്. അവളെ കണ്ടതും അവൻ വിഷമമൊക്കെ അടക്കി എഴുന്നേൽക്കുന്നുണ്ട്. അവന് കഴിക്കാനായി വാങ്ങിക്കൊണ്ടത് ഭക്ഷണം അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൾ അവിടെ വൃത്തിയാക്കാൻ തുടങ്ങിയെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. നാളെ ആരെങ്കിലും വിളിപ്പിച്ച് ഞാൻ വൃത്തിയാക്കിക്കോളാം എന്നവൻ പറയുന്നു. ഞാനിപ്പോൾ പേരൻസിൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഫ്രീ ആണ്, നിനക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവനത് നിരസിക്കുന്നു.
കമ്പനിയുടെ കാര്യത്തിൽ നീ അധികം വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിനക്ക് ധാരാളം ഫ്രീ ടൈം ഉണ്ടായിരിക്കുമല്ലോ. ഇനിയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് അവൻ പറയുന്നു. അവനിപ്പോൾ തൻ്റെ സഹായം ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നതിനാൽ പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ തിരിച്ചു പോകുന്നുണ്ട്. നാൻസിങ് അപ്പോഴേക്കും വീടിനടുത്തെത്തിയിരുന്നു. വീട്ടിലേക്ക് കയറാതെ അവൾ നേരെ അവൻ്റെ മുറിയിലേക്കാണ് പോയത്. അവൻ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് അവൾ അവിടെ വിഷമിച്ചിരിക്കുന്നു. അവൻ്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. തനിച്ചൊരിടത്തിരുന്ന് വിഷമം തീർക്കാനായി ബിറ കഴിക്കുന്നുണ്ടായിരുന്നു അവൻ. നാൻസിങ്ങുമായുള്ള ബന്ധം ദുഃഖകരമായ രീതിയിൽ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ഫെയറി പറഞ്ഞതുകൊണ്ടാണ് അവളെ അറിയില്ല എന്ന രീതിയിൽ അവൻ പെരുമാറിയത്. അവനെ ഓർമ്മപ്പെടുത്താനായി അവൾ പറഞ്ഞതൊക്കെ ഓർത്ത് അവൻ്റെ കണ്ണ് നിറയുന്നു. നാൻസിങ് നോക്കി നിൽക്കെ അവിടെ നിന്ന് നടന്നു പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരികെ വന്ന് അവളറിയാതെ അവളെ ശ്രദ്ധിച്ചിരുന്നു. അവൾ അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഇനിയും നിന്നോട് അടുത്താൽ നിനക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നീ വീണ്ടും അനുഭവിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചാണ് അവൻ അവളിൽ നിന്നും അകലം പാലിച്ചത്. അതൊക്കെ കുറച്ച് സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. കുറേ നേരം ചിന്തിച്ച് വിഷമിച്ചിരുന്ന നാൻസിങ്ങിന് പെട്ടെന്നെന്തോ കിട്ടിയതുപോലെ സന്തോഷത്തോടെ എഴുന്നിട്ട് മുറിയിലേക്ക് പോകുന്നു. ഷാവതി ഈ സമയം അവൾ തിരികെ വന്നതെന്നറിയാൻ വേണ്ടി വീടിന് കുറച്ച് താഴെ എത്തിയിരുന്നു. അവളുടെ മുറിയിൽ ലൈറ്റ് കാണാത്തതിനാൽ വന്ന് കാണില്ലെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ബാൽക്കണിയിൽ ലൈറ്റ് തെളിഞ്ഞതും പുറത്തേക്ക് ഇറങ്ങി നാൻസിങ് ജോളിയായി എന്തോ കഴിക്കുന്നതും അവൻ കണ്ടത്. നീ ഹാപ്പി ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നീ ഇത്ര പെട്ടെന്ന് ഇത്രയധികം സന്തോഷിക്കുന്നത് ശരിയാണോ? ഒന്നുമില്ലെങ്കിൽ കുറച്ചു കാലം ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലായിരുന്നു. നിനക്ക് കുറച്ച് സമയമെങ്കിലും വിഷമിച്ചിരുന്നു കൂടായിരുന്നു എന്നൊക്കെ അവൻ അവിടെ നിന്നും അറിയാതെ പറഞ്ഞു പോകുന്നു. അവൾ അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുപോലും ചെയ്യാതെ കയറിപ്പോയി ലൈറ്റ് അണയ്ക്കുന്നു. ഷാവതി അവളുടെ മൂഡ് മാറിയത് കണ്ട് വിഷമത്തോടെ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് അവൾ അവനെ സമൺ ചെയ്തത്. അവൻ താമസിച്ചിരുന്നിടത്താണ് അവൻ എത്തിപ്പെട്ടത്. അവൾ അവിടെ സോഫയിൽ ഇരിപ്പുണ്ട്. അവനൊന്നും ഓർമ്മയില്ലാത്ത പോലെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. ഞാൻ വിളിച്ചാൽ നിനക്ക് വരാതിരിക്കാൻ കഴിയില്ല. നിന്ന് സമയം കളയാതെ പോയി കുളിക്ക്. ഈ ചൂടത്താരെങ്കിലും ഇത്രയും ഡ്രസ്സ് ധരിച്ച് നിൽക്കുമോ എന്ന് ചോദിച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് മണപ്പിച്ച് നോക്കിയിട്ട് എന്തൊരു നാറ്റമാണിത്, കുളിച്ചിട്ട് എത്ര ദിവസമായി, വേഗം പോയി കുളിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് അവൾ അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. അവൻ പക്ഷെ അപ്പോഴും അവളെ തട്ടിമാറ്റിയിട്ട് എന്നെ തുടരുത്, നീ ആരാണ്, നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അറിയാത്ത ഭാവം നടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്റെ ഗേൾഫ്രണ്ടാണ്. ഞാൻ പറയുന്നതെല്ലാം നിനക്ക് അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് അസഹനീയമായ തലവേദന അനുഭവപ്പെടും എന്നൊക്കെ നാൻസിങ് വീണ്ടും പറഞ്ഞെങ്കിലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അവൻ ചെയ്യിക്കാൻ ഉപയോഗിക്കാറുള്ളത് പോലെ സഹായം ചോദിച്ചിട്ട് അവനോട് പോയി കുളിക്കാൻ അവൾ ഓർഡർ ഇടുന്നു. ആരോ പിടിച്ച് വലിച്ചതുപോലെ കുളിക്കാൻ റെഡിയായി അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് നിവൃത്തിയില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ വീണ്ടും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. നാൻസിങ് വീണ്ടും പഴയതുപോലെ ഓർഡർ ഇടുന്നു. അനുസരിക്കാതെ രക്ഷയില്ല എന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പോയി കുളിക്കുക, ബാത്റൂം ആ ഭാഗത്താണെന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു. ഷാവതി കുളിക്കാൻ കയറുന്നു. ബാത്ടബിൽ കിടക്കുമ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് നാൻസിങ് അവനിടാനുള്ള ഡ്രസ്സുമായി ഇടിച്ച് കയറി അകത്തേക്ക് വന്നത്. നീ എന്താണ് കാണിക്കുന്നതെന്ന് അവൻ ഞെട്ടിലോട് ചോദിച്ചപ്പോൾ നിന്റെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞില്ലേ, ഇത് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ അത് അവിടെ വെച്ചിട്ട് അവൻ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവൻ ആദ്യം വന്നപ്പോൾ ഇടാൻ കൊടുത്ത അതേ ഡ്രസ്സ് തന്നെയായിരുന്നു അത്. കുളി കഴിഞ്ഞ് ആ ഡ്രസ്സും ധരിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്. ഇതെല്ലാം വേറെ ഡ്രസ്സൊന്നുമില്ലേ എന്നവൻ ചോദിച്ചപ്പോൾ ബാക്കിയുള്ളതൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെതാണ്, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ മറുപടി പറയാൻ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നീ ശരിക്കും എന്നെ മറന്നുപോയത് തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അതേന്ന് അവൻ പറഞ്ഞപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ റീസെറ്റ് ചെയ്യാറുള്ള പോലെ ചിലപ്പോൾ നിൻ്റെ സിസ്റ്റർ റീബൂട്ട് ചെയ്തായിരിക്കും, നിൻ്റെ ഡാറ്റ എല്ലാം പോയതുകൊണ്ടായിരിക്കും നിനക്കെൻ്റെ ഓർമ്മയില്ലാത്തത്, അതൊക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ നിനക്കെല്ലാം ഓർമ്മ വരും എന്ന് പറഞ്ഞിട്ട് അവൾ ബെഡ്റൂമിനടുത്തേക്ക് നീങ്ങി നിന്ന് അവനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അവൻ വരാതെ നിന്നപ്പോൾ അവൾ ഓർഡർ ഇടാനായി തുറക്കുന്നത് കണ്ട് അവൻ വേഗം അടുത്തേക്ക് ചെല്ലുന്നു. ഇന്ന് രാത്രി ഈ മുറിയിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ അവൾ പറഞ്ഞപ്പോൾ അത് ശരിയാകില്ല എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നു. ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി കിടന്ന് ഉറങ്ങാനാണ്, നിനക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ തടഞ്ഞപ്പോൾ നിന്റെ ആ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് മറന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അവൻ വാതിൽ തുറന്നപ്പോൾ പുറത്തു നിൽക്കുന്ന സീഷനെയാണ് കണ്ടത്. നാൻസിങ് പറഞ്ഞതനുസരിച്ച് അവിടെ താമസിക്കാനാണ് അവൻ വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഷാവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. അന്ന് അവനെ കാണാൻ വന്നു പോയ ശേഷമാണ് പുറത്തിരുന്ന് കരയായിരുന്നു നാൻസിങ് തിരികെ ചെന്നത്. ഫുഡ് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ വന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല, പക്ഷെ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. മാഡത്തിനെ തിരികെ ഇവിടേക്ക് ജോലിക്ക് വിളിച്ചുകൂടെ? മാഡം ഇവിടെ ഉണ്ടെങ്കിൽ ബോസിന് ഇത്രയും പ്രഷർ അനുഭവിക്കേണ്ടി വരികയില്ല എന്നൊക്കെ അവൾ പറഞ്ഞതാണ്. അവൾ ഒരുപാട് വർഷങ്ങളായി എനിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്, ഇനിയെങ്കിലും കുറച്ചു കാലം സ്വതന്ത്രമായി ജീവിച്ചോട്ടെ, ശല്യപ്പെടുന്നത് ശരിയല്ല എന്നാണ് അവൻ പറഞ്ഞത്. അവൻ കിടക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തീ പിടിച്ചതിനാൽ അവിടെ വൃത്തിയാക്കാമെന്ന് അവൾ പറഞ്ഞെങ്കിലും നാളെ മറ്റാരെങ്കിലും കൂടി വൃത്തിയാക്കിക്കോളാം, ഞാൻ നീ സോഫയിൽ കിടന്ന് നോക്കിക്കോളാമെന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം പറഞ്ഞിട്ട് അവനോട് കുറച്ച് ദിവസത്തേക്ക് അവിടെ നിന്ന് താമസിച്ചു കൊള്ളാൻ അവൾ പറഞ്ഞത്. അവൻ വീടിനകത്ത് കയറിയതോടെ ഷാവതിയുടെ മുഖം ആകെ മാറുന്നുണ്ട്. അത് മനസ്സിലായ നാൻസിങ് നീ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്തായാലും എനിക്ക് ഉറങ്ങാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രാത്രി ഇവിടെ തങ്ങാമെന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് സീഷൻ അവൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിവെന്ന് ഈ മുറി ഞാൻ ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചത്. ഷാവതി വേഗം ഓടിച്ചതവനെ പിടിച്ച് പുറത്താക്കിയിട്ട് വാതിൽക്കൊക്കെ അറിയാൻ അധികാരം സ്ഥാപിച്ച് നിൽക്കുന്നു. അപ്പോൾ നീ പോകുന്നില്ലെന്ന് ചോദിച്ച് നാൻസിങ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ മറുപടി പറയാൻ നിന്നപ്പോൾ എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ബോസ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് സീഷനോട് പറഞ്ഞിട്ട് അവൾ അവൻ്റെ മുറികളിലേക്ക് കയറുന്നു. അവൻ അപ്പോഴും വാതിൽക്ക് തന്നെ നിൽക്കുകയാണ്. നാൻസിങ് അവനെ അകത്തേക്ക് വിളിക്കുന്നു. അവൻ കയറി കഴിഞ്ഞപ്പോൾ അവൾ വാതിലടയ്ക്കുന്നുണ്ട്. സീഷൻ പുറത്ത് സോഫയിലേക്ക് ഇരിക്കുന്നു.
ഇനിയെങ്കിലും അഭിനയം മതിയാക്കാൻ അവൾ ഷാവോദിയോട് പറയുന്നു. ആരാണ് അഭിനയിക്കുന്നത്, എന്ത് അഭിനയിക്കുന്നു എന്നൊക്കെ ചോദിച്ച് അവൻ പിന്നെയും ചാടിയിട്ടപ്പോൾ അവൾ അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു, നീ വെറുതെ അഭിനയിക്കുന്നതാണ്. റോഡ് ക്രോസ് ചെയ്യാൻ സിഗ്നൽ നോക്കണമെന്ന് 500 വർഷം മുമ്പുള്ള നിനക്ക് എങ്ങനെ അറിയാനാണ് എന്നവൾ കളിയാക്കി ചോദിക്കുന്നു. അവളുടെ ഓഫീസിന് മുമ്പിൽ ചോദിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ നേരം സിഗ്നൽ നോക്കുന്നത് അവനപ്പോൾ ഓർമ്മ വരുന്നു. പിന്നെ അവൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ കള്ളം പറയുകയാണെന്ന് ആദ്യം തൊട്ടേ അറിഞ്ഞിരുന്നുകൊണ്ട് നീ രസിക്കുകയായിരുന്നല്ലേ എന്നവൻ ചോദിക്കുന്നു. നീ സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നതെന്ന് നോക്കി ഞാൻ വെയിറ്റ് ചെയ്തതാണ്, പക്ഷേ നീ ഒരു തരത്തിൽ പിടിതരാത്തത് കൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു എന്നവൾ അവൻ്റെ ഒപ്പം കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറയുന്നു. നിനക്ക് ഈടായി ബുദ്ധി വെച്ച് പോയി, മുമ്പായിരുന്നു നല്ലതെന്ന് അവൻ പറഞ്ഞപ്പോൾ നിനക്കിപ്പോൾ എന്താണ് പ്രശ്നം, ഞാനുമായി ബ്രേക്കപ്പ് ആകണമെന്ന് അവൾ ചോദിക്കുന്നു. അതുതന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവൻ പോകാനായി എഴുന്നേറ്റപ്പോൾ അവൾ ചാടി എഴുന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ എതിർക്കാൻ അവന് കഴിയുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ, എന്നിട്ട് നീ ചിരിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. നിനക്ക് എന്താണ് പറ്റിയത്, നീ എന്താണ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ഫേറിയെ കണ്ടതും അദ്ദേഹം പറഞ്ഞ വിവരങ്ങളും അവൻ അവളോട് പറയുന്നു. മുമ്പ് തിരികെ പോകേണ്ടി വരുമെന്ന് ഒരു ഊഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞു. ഇനി അധികകാലം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നീ ഒരിക്കലും അനുഭവിച്ചതാണ്. വീണ്ടും നിന്നെ അതിലൂടെ കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ വീണ്ടും കണ്ടപ്പോൾ എങ്ങനെയാണിത് നിന്നോട് പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊക്കെ അവൻ പറയുന്നു. നാൻസി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് നീ എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ചിന്തിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ചിലത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കും. ഇപ്പോഴുള്ള നമ്മുടെ ഈ നല്ല സമയം നശിപ്പിച്ച് കളഞ്ഞാൽ ഭാവിയിൽ അതോർത്ത് ഞാൻ തീർച്ചയായും ദുഃഖിക്കും. നമ്മുടെ എൻഡിങ് എങ്ങനെയായാലും എനിക്കതൊരു പ്രശ്നമല്ല. നേരത്തെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. എനിക്കതുമായി ഡീൽ ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും സീഷൻ കാത്തിരുന്ന് ശവനശിച്ച് വാതിക്കാൻ മുട്ടിയിരുന്നു. അവൻ അവിടെ താമസിക്കുന്നതിന് ഷാവതി എതിർപ്പ് പറഞ്ഞെങ്കിലും നാൻസി അവനെ സമാധാനിപ്പിച്ച് അവൻ്റെ മുറി കാണിച്ചു കൊടുക്കുന്നു. അവൾ മുറിയിൽ ഷീറ്റ് വിരിച്ചു കൊടുക്കുകയും മറ്റു ചെയ്യുന്നതിനിടയിൽ മറ്റൊരാൾ അവിടെ താമസമുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും, കാൽപ്പര്യമാറ്റം ശല്യപ്പെടുത്തുമെന്നൊക്കെ സീഷൻ പരാതി പറയുന്നു. അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്ന ഷാവതി അഡ്ജസ്റ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാൻ പറയുന്നു. രണ്ടുപേരും കൂടി അടിയാവുമെന്ന് കണ്ട് നാൻസി ഒരു വിധത്തിൽ അവനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ സംസാരിക്കുന്നത് കുറച്ചൊക്കെ ഞാൻ കേട്ടിരുന്നു. നോവലിലെ പ്ലോട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തതാണോ എന്ന് സീഷൻ ചോദിക്കുന്നു. അതേന്ന് കള്ളം പറഞ്ഞിട്ട് നാൻസിങ് ഷാവോദിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നാൻസിങ് പോകാൻ ഇറങ്ങിയപ്പോൾ അവൻ അവിടെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അവൾ തിരിഞ്ഞെന്ന് നീ ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കുന്നു. നിന്നെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ, ഞാൻ കുറച്ച് സമയം കൂടി കണ്ടോട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കുറച്ച് സമയം അവനെ നോക്കി നിന്നിട്ട് ഇന്ന് ഇത്രയും കണ്ടാൽ മതി, ബാക്കി നാളെ കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ തുടങ്ങുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവൾ തിരികെ ഓടി വന്ന് അവനെ കിസ് ചെയ്യുന്നു. അവൾ പിന്മാറിയപ്പോൾ ഞാൻ തിരികെ എൻ്റെ ലോകത്തേക്ക് പോകുമോ എന്ന് നിനക്ക് പേടിയില്ല എന്നവൻ ചോദിക്കുന്നു. നിന്റെ മിഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നീ പോകില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോകുന്നു. അന്ന് അവൾ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. പക്ഷേ ഇടയ്ക്ക് കണ്ടു തുറന്നപ്പോൾ അവൻ അവളുടെ ബെഡിലേക്ക് തലവെച്ച് അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നു. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾ ചോദിച്ചപ്പോൾ ബാൽക്കണി വഴി ചാടി വന്നതാണ്, ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് എന്നവൻ കണ്ണു തുറക്കാതെ തന്നെ പറയുന്നു. മുമ്പ് അവനങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത്. അവൻ്റെ കൂർക്കമരി കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു മുറിയിലല്ലോ കിടക്കുന്നത് എന്നവൾ ചോദിക്കുന്നു. അവിടുത്തെ സൗണ്ട് പ്രൂഫിംഗ് ഭയങ്കര മോശമാണ്, ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ, നാളെ രാവിലെ ആൻറ്റി മുറിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പൊക്കോളാം എന്നവൻ പറയുന്നു. നാൻസിയെ സംബന്ധിച്ച് പുതപ്പ് വലിച്ച് അവൻ്റെ ദേഹത്ത് കൂടി ഇട്ടുകൊടുത്ത് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.